ജോലിയും തിരക്കുകളും വീട്ടുകാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മടുത്തിരിക്കുന്ന സമയത്തെ ഇതുപോലൊരു യാത്ര പോകണം. അതിപ്പോൾ ഒരുപാട് ദൂരത്തോട്ടൊന്നും വേണമെന്നില്ല. ഞങ്ങളിപ്പോൾ പോകുന്നതേ ഡിണ്ടിഗല്ലിനാണ്. കമ്പത്തിന് പോയ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അതുപോലെ എനിക്ക് ഈ തമിഴ്നാട്ടിലെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും മനസ്സൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവും. പണ്ട് നമ്മുടെ നാട് ഇതുപോലൊക്കെ തന്നെ ആയിരുന്നല്ലോ. കൃഷിഭൂമിയും കർഷകരും നാൽക്കാലികളും പച്ചവരിച്ച നെൽപ്പാടങ്ങളും. എന്തൊരു ചേലല്ലേ ഇതൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുമ്പോഴേ ആ മുന്നേ പോകുന്ന വണ്ടിയിലെ ചേച്ചിമാരെ ക്യാമറ കണ്ടപ്പം കൈവീശി കാണിക്കുന്ന കണ്ടോ? നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ നമ്മളെ നോക്കി ഇങ്ങനെ മനസ്സ് തുറന്ന് ചിരിക്കുന്ന കാണുമ്പം ആ ചിരിക്കൊരു ഭംഗിയുണ്ട്. കൃഷിയിടങ്ങളും ഗ്രാമപ്രദേശങ്ങളും ചെറിയ ചെറിയ പട്ടണങ്ങളൊക്കെ കടന്ന് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ല റോഡായതുകൊണ്ട് വണ്ടി നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വശങ്ങളിലായിട്ട് പനകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുള്ള കഥകളൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കൂടെ കടന്നു പോകും. മേയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയ ആട്ടിൻ പറ്റങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടുപോവുക കേട്ടോ. ഇവരിങ്ങനെ കൂട്ടമായിട്ട് പോകുന്ന കാണാൻ നല്ല രസമില്ലേ? ഇവിടെ ആളുകൾ താമസിക്കുന്നതും പിന്നെ അവരുടെ കൃഷിയിടവും രണ്ടും വേറെ വേറെ സ്ഥലങ്ങളിലായിരിക്കുമേ. ഇടയ്ക്ക് ചെറിയ ചെറിയ ഗ്രാമങ്ങളും കോവിലുകളും ഒക്കെ കാണാം. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളിലാണ് ഈ കൃഷിക്കാരൊക്കെ താമസിക്കുന്നത്. ഇവരുടെ കൃഷിയിടങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറി വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. ഇവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ കൃഷിയെ ബേസ് ചെയ്തിട്ടുള്ളതാണേ. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ് തിരുവിളകളൊക്കെ നടത്തപ്പെടുന്നത്, അതായത് ഉത്സവങ്ങൾ. അങ്ങനെ നേരം ഇരുട്ടി തുടങ്ങി കേട്ടോ. ഞങ്ങളെ ശരവണഭവൻ വെജ് ഹോട്ടലിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേ. ഇവിടുത്തെ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണ് കേട്ടോ ഇത്. ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ വേണ്ടി വന്നതായിരുന്നു, പക്ഷെ തീർന്നു പോയേ. ഇവിടുത്തെ ചായ ഉണ്ടല്ലോ, സൂപ്പറാട്ടോ. അവിടെ നിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് അണ്ണൻ അവിടെ ചായ അടിക്കുന്നത് കണ്ടത്. പിന്നെ അതും നോക്കി ഇങ്ങനെ കുറേ നേരം നിന്നു. കുഞ്ഞുമറിയ അവിടുത്തെ അക്കയുമായിട്ട് നല്ല കൂട്ടായേ. അങ്ങനെ അവിടെ നിന്നിറങ്ങി ഞങ്ങൾ ഇപ്പോഴുള്ളത് നത്തം NPR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അന്നമോളെ അവിടെ ഹോസ്റ്റലിലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുക കേട്ടോ. അങ്ങനെ തിരിച്ചു പോരുന്ന വഴി ഒരു ചായയും കൂടെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് കമ്പത്തെത്തി. ഇപ്പോൾ കമ്പം വെട്ട് കയറുമ്പോൾ ഉള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. മലമുകളിൽ നിന്ന് നോക്കുമ്പോഴേ കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ താഴെ വീണ് കിടക്കുന്ന പോലെ തോന്നുന്നില്ലേ?